ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ ചിക്കനാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ. നമ്മൾ ഫാമിലിയായിട്ടെല്ലാം കൂടി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പൊതുവെ പോവുകയാണെങ്കിൽ ആദ്യം നമ്മളുടെ മനസ്സിൽ വരുന്നൊരു ഡിഷാണ് ബട്ടർ ചിക്കൻ. സാറിന് കുട്ടികൾക്കൊക്കെ കൊടുക്കാം, എല്ലാവർക്കും കഴിക്കാം. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള വളരെ ക്രീമി ആയിട്ടുള്ള ഡിഷാണ്. അപ്പം നമുക്കിന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യൂബ്സ് ആയിട്ട് കണ്ടിച്ച്. അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലേവർ നല്ലതായിട്ട് ചിക്കനിൽ നല്ല മസാലയെല്ലാം പിടിച്ച് നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടും അതിനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ. നമ്മളുടെ ചിക്കൻ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തിട്ട് ഒരു പാനിലേക്ക് ശകലം ബട്ടർ ഇട്ടിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ, നിങ്ങൾക്ക് ബട്ടർ മാത്രം മതി, ബട്ടർ മാത്രം ഉപയോഗിക്കാം. നമ്മൾ പല സെക്ഷനായിട്ട് ബട്ടർ കുറേ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആദ്യം കുറച്ച് കുക്കിംഗ് ഓയിലൂടെ ഒഴിച്ചിട്ട് അതിനെ കുക്ക് ചെയ്തെടുക്കുക. വറക്കുക അല്ല, അതിനകത്തിട്ട് ഇങ്ങനെ പുരട്ടി നന്നായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചിക്കൻ നന്നായിട്ട് വേവണം. വെന്ത് നല്ല പുറമെല്ലാം ഡ്രൈ ആയിട്ട്, എന്നാൽ ചിക്കൻ സോഫ്റ്റും ആയിരിക്കും, പുറമൊക്കെ നല്ല ഡ്രൈ ആകുന്നവരെ ഇളക്കി എടുക്കുക. കരിഞ്ഞു പോകരുത്, എന്നാൽ പുറമൊക്കെ മങ്ങിക്കോട്ടെ. നന്നായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചിക്കൻ വേവുന്ന വരെ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ വേവിച്ച് വറുത്തെടുക്കുക. രണ്ടാമത് ബട്ടറും എണ്ണയൊന്നും ഒഴിക്കേണ്ട, ഒഴിച്ചത് മാത്രം മതി, അതിനകത്തിട്ട് തന്നെ പുരട്ടി ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പം, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമാണ്. എനിക്ക് നന്നായിട്ട് ഫ്ലേവർ കിട്ടും ഒരു ബട്ടർ ചിക്കൻ. അതിനുവേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കസൂരി മേത്തിയും മല്ലിയിലയും ഇട്ട് അതങ്ങോട്ട് ഡ്രൈ ആയിട്ട് ചിക്കൻ നല്ല വറന്ന് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് പുറമെല്ലാം വറവായിട്ട് വന്നിട്ടുണ്ട്. അതിനെ മാറ്റിയൊരു പാത്രത്തിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ ബട്ടർ ഇട്ടതിന് ശേഷം ഒരു 2 സവാള ചോപ്പ് ചെയ്ത് അതിനകത്തേക്ക് ഇടുക. ഫൈനായിട്ട് ചോപ്പ് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ ഈ സവാളയും മസാലയെല്ലാം കൂടെ ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യണമെന്നില്ല. അതിൻ്റെ കൂട്ടത്തിലൊരു 4 ടൊമാറ്റോയും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനെ ഒന്നെല്ലാം കൂടെ വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. കാഷ്യൂ നട്ട് ഇടണമെന്ന് കമ്പൽസറി ഒന്നുമല്ല, ചിലർ ക്രീം മാത്രം ചേർത്തുണ്ടാക്കും. പക്ഷേങ്കിൽ ക്രീമിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാം കാഷ്യൂ നട്ട് ചേർക്കുകയാണെങ്കിൽ. പിന്നെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. നമ്മുടെ മസാലകളും സവാളയും ടൊമാറ്റോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് വഴണ്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതിനെ വേവിക്കാൻ വയ്ക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് അതെല്ലാം കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുക്കത്തക്ക ഒരു പരുവത്തിലാകണം.
ഇപ്പോൾ കണ്ടാൽ അറിയാം നന്നായിട്ട് വെന്തു എല്ലാം കൂടെ വെന്ത് കഴിയുമ്പം ഒരു മിക്സിക്കകത്തോ ഒരു ബ്ലെൻഡറിനകത്തോ ഉപയോഗിച്ചതിനെ ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ശകലം ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ അങ്ങോട്ടേക്ക് അരിച്ചൊഴിക്കുക. നമ്മളിത് ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഡിഷ് ആയതുകൊണ്ട് ഇതിനകത്ത് തക്കാളിയുടെ തൊലിയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിക്കുന്നത്. നന്നായിട്ട് അരയ്ക്കുന്നത്. നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ടിട്ട് ഒന്ന് വേവിക്കുക. ഇതിനകത്തേക്ക് കുറച്ച് ഫുൾ ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ക്രീം ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ കാഷ്യൂ കൊണ്ട് അരച്ച് ചേർത്ത് അത് ക്രീമിയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കിടന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സായി ഒന്ന് കുറുകട്ടെ. നല്ല ക്രീമിയാണ്. നമുക്ക് ആ ഫ്ലേവർ കിട്ടും. നന്നായിട്ട് അത് വെന്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മണം കിട്ടുമെന്ന് അറിയാം. നല്ലൊരു മണം കിട്ടും. നന്നായിട്ടൊന്ന് കുറുകി വന്നോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ബട്ടർ ചിക്കൻ നല്ല ക്രീമി ആയിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ശകലം കസൂരി മേത്തി, ഞാൻ നന്നായിട്ട് കസൂരി മേത്തി ചേർക്കും. എനിക്കതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഞാൻ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അതിന് മണ്ടയ്ക്ക് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ക്രീമും കൂടെ, ആ ക്രീമിൻ്റെ ഫ്ലേവർ ഫ്രണ്ടിൽ നിൽക്കാൻ വേണ്ടി ശകലം മതി, ഒരുപാട് വേണ്ട. നമുക്ക് ക്രീം ചേർത്തിട്ടുണ്ട്, കാഷ്യൂ നട്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ ചിലത് ഇതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടറും കൂടെ ചേർക്കും. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ബട്ടർ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് ചേർത്തെടുക്കാം. ഇപ്പോൾ കാണാം നല്ല ക്രീമി ആയിട്ടുള്ള ഡിഷാണ്. കുട്ടികൾക്ക് കൊടുക്കാനായാലോ, നമുക്ക് ക്രിസ്മസൊക്കെ വരുന്നുണ്ട്. ക്രിസ്മസിനൊക്കെ ഒരു അപ്പത്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലോ ഒട്ടും എരിവില്ലാത്ത ഡിഷ്. നിങ്ങളിപ്പം എരിവ് ഒട്ടും കൂട്ടാത്ത ആരെയെങ്കിലും വീട്ടിൽ വിളിക്കുകയാണ്, പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഫോറിനേഴ്സൊന്നും അത് എരിവ് കൂട്ടുന്നവരല്ല, അങ്ങനെയുള്ളവരെയൊക്കെ വീട്ടിലേക്ക് ഒരു ഡിന്നറിന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണിത്. അപ്പം എല്ലാവർക്കും ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയ രീതി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.